സ്നേഹതീരത്ത് വന്നപ്പോട്ടോ ബീച്ചിന്റെ തൊട്ടടുത്ത് എന്താ രസം. ബീച്ചല്ല, കടല്. ഈ കെട്ടും കാര്യങ്ങളൊക്കെ ഇപ്പൊ ആദ്യമായിട്ട് കാണാം. ഇത്ര അടുത്തുനിന്ന് എന്താ രസമല്ലേ തിരടിക്കണേ. ഇവിടെ കണ്ടില്ല റോഡ്, വീടുകള്. അവിടെ അതൊരു വീട്, അതിൻ്റെ ടെറസിൻ്റെ മുകളിൽ നിന്നൊക്കെ എന്താ വ്യൂ, അടിപൊളി. ഇതുണ്ടോ, ഇതൊക്കെ തിരടിഞ്ഞ് അടിച്ചതാ തോന്നുന്നുണ്ട്. കരക്കല് കണ്ടില്ലേ. കണ്ടിട്ട് പൂതി ചെയ്യണില്ല, ഈ തിരങ്ങനെ നോക്കി നിൽക്കാൻ തോന്നുക. സൂപ്പർ. അപ്പോൾ കടലിൽ നിന്ന് തിര വന്ന് അടിയണതാണ് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിൽ കണ്ട കാഴ്ചകളാണ് കേട്ടോ. ഇത് കണ്ടോ, ബോട്ടിനകത്ത് ചെയ്യുന്നവർക്കൊക്കെ അടിപൊളി കുപ്പിണ്ട് കേട്ടോ. ഇവിടെ അടുത്തുള്ള പോലെ ആരെയും വീഡിയോ കാണേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. പ്ലാസ്റ്റിക് ബക്കറ്റ്, തുണികൾ, ഷെല്ലുകൾ, ക്രാഫ്റ്റ് വർക്കേഴ്സിന് പറ്റിയ ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ. കുഞ്ഞു ഷൂവ്, ഷെല്ലുകൾ കണ്ടില്ല. പ്രോഗ്രാം കഴിഞ്ഞ് ഞങ്ങൾ കാപ്പാട് ബീച്ചിൽ വന്നതാണ്. അപ്പോൾ ഈ ബീച്ചിൽ ഞാൻ ഫസ്റ്റ് ടൈമായിട്ടാണ് വരുന്നത്. 25 രൂപ എൻട്രി ഫീസ് ഉണ്ട് ഇങ്ങോട്ട്. പിന്നെ അത്യാവശ്യം കാണാനൊക്കെ ഉണ്ട്. ഒരു വൈറ്റ് സൈസുമാണ് ഈ ബീച്ചിൽ. ചിലരൊക്കെ വന്ന് കാണും. എന്നാലും ഇപ്പം നമ്മൾ ടീംസൊക്കെ ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട്. കുറേ ആൾ ഇറങ്ങിയോലുണ്ട്. ഇവിടെ കുറച്ച് സ്ഥലം പൊളിഞ്ഞായിട്ട് നമുക്കിങ്ങനെ അവിടെ പാർക്കുണ്ട് കാണിച്ചത്. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് മക്കളെ മിസ് ചെയ്യണത്. രാവിലെ നേരത്തെ പോകുന്നതുകൊണ്ട് ഓരോ കൊണ്ടുവന്നില്ലേ. ഇനി ഇവിടെ ഓരോ കുട്ടികളൊക്കെ കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ ഇൻഷാ അല്ലാഹ് പിന്നെ ഒരു ദിവസം വരണം. ആദ്യമായിട്ട് വരികയാണ്. നല്ല രസമുണ്ട് കേട്ടോ അവിടെ. ഇവാണ് തരിക? തരൂലേ? ഇവൻ തരും. ഇവൻ നല്ല കുട്ടിയാ. നീ തരില്ലേ? നിങ്ങളായി നല്ല പിസ്കനാതെ. ഇതിൻ്റെ പ്രൊഡക്റ്റാണ്. മച്ചിയുടെ അപ്പം ഇതൊരു വാങ്ങിയെടുത്താ? നിങ്ങൾ വാങ്ങിയെടുത്താ? ഞങ്ങൾ എന്താളും പടി കാണുന്നുണ്ട്. ഇവിടെ നല്ല റേറ്റും അല്ലേ സാധനത്തിന്. ഇപ്പോൾ ഇവിടെ ചെറിയ രൂപത്തിൽ പാർക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. സീസോ, ഊഞ്ഞാല്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ അങ്ങനെ നല്ല കാറ്റും കൊണ്ട് ഇരിക്കാൻ പറ്റിയ നല്ല രസമുണ്ട്. അതിനാല ഇരിക്കാനുള്ള ഏരിയകളുണ്ട്. പിന്നെ കാലം കണ്ടുവൽക്കാണെങ്കിൽ ഇപ്പോട്ട് ഇറങ്ങണമെങ്കിൽ ഇറങ്ങും ചെയ്യാം. കണ്ടോ, ആളും കുറവാണ്. വലിയ തിരക്കൊന്നുമില്ല. പാർക്കിംഗ് ആയാലും ഒക്കെ നല്ലൊരു ശാന്തമായിട്ടുള്ള സ്ഥലം. ഇവിടെ പിന്നെ ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട് ഇതങ്ങോട്ടൊക്കെ. പിന്നെ ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞത് ഈ കാറ്റാടി ചെടികളാണ് കേട്ടോ. അതിലെ മേലെ ഈ ചെടികൾ ഒരു പ്രത്യേക ഭംഗി കൊടുക്കുന്നുണ്ട് ഈ ബീച്ചിന്. പിന്നെ അങ്ങനെ അങ്ങോട്ടൊക്കെ പോയിട്ട് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ലൈറ്റുകൾ, ഒരു വലിയ സൈസ് കാണാൻ. കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് കുറേ സ്ഥലത്ത്. അവിടെയൊക്കെ ഞാനും അങ്ങോട്ട് ഇറങ്ങിയില്ല. കാലിനെ മണ്ണാക്കാനാവില്ലാതെ കെട്ടിയിട്ട്. അപ്പം ഇനി അതിനായിട്ട് ഒരുങ്ങി പോരണം. ഇത് നടക്കുള്ളൂ. ഇവിടെ ഈ കടൽ ഭിത്തി അടിയൊക്കെ പോയിന് കേട്ടോ. ഇതിൻ്റെ മേലെ ഇങ്ങനെ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കണം. അവിടെ അപ്പുറത്ത് ഇതേമാതിരിക്കൊന്ന് പൊളിഞ്ഞിരുന്നു.
നോക്കട്ടെ എന്താ പാട്. ഈ മണലൊക്കെ ഒരു പഞ്ചാര സൈസ് മണൽ. ഇല്ല, കാല് പൂട്ട് വൃത്തികേടാകണമൊന്നുമില്ല കേട്ടോ, നല്ല ഇതുണ്ട് കണ്ടോ. അടിയൊക്കെ പോയിടും. നമ്മൾ ടീംസ് കുറച്ചൊക്കെ അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്, വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. കുറേ പേരൊക്കെ കഴിഞ്ഞു ഇവിടെ ഇരിക്കുന്നത്. ഗാലറിയിലിരുന്ന് കളി കാണുന്നുണ്ട്. ഇവിടെ പൊളിഞ്ഞാടി ഈ ഭാഗം. ഇവിടെ വെച്ചാ ബദാം തൈ ഇടയ്ക്ക് ഇങ്ങോട്ട് മറിഞ്ഞ് വീണിക്കാം മൊത്തത്തിൽ. പക്ഷെ ഇവിടെയൊക്കെ നല്ല ഉറച്ച മണ്ണ് കേട്ടോ, നല്ല ദിവസമുണ്ട്. സംഭവം നല്ല രസമുണ്ട്. എന്തായാലും നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഫോണിൽ ചാർജും കുറവാണ്, രാവിലെ പോകുന്നതല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. എല്ലാ കൂട്ടുകാരോടും കേൾക്കാം.